രണ്ട് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ജീവനൊടുക്കിയ വാർത്ത. അതും കൊല്ലം ഭാഗത്ത് നിന്നാണ്. കൊല്ലം ചെമ്മാമുക്ക് ജവഹർ ജംഗ്ഷനിലാണ് സംഭവം. പിതാവ് ജോസ് പ്രമോദ്, മക്കളായ ദേവനന്ദ, ദേവനാരായണൻ എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ നമുക്കൊപ്പം. ദിലീപ്, ഒരു പ്രഭാതത്തിൽ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങളാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്ന് വരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? സുജിയ, ഇപ്പോൾ നമ്മൾക്ക് ഈസ്റ്റ് പോലീസിൽ വിളിച്ചപ്പോഴാണ് ഈ വിവരം ലഭിച്ചത്. 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് മരിച്ചത്. അവരുടെ പിതാവ് ജോസ് പ്രമോദ്, ദേവനന്ദ, ദേവനാരായണൻ എന്ന് 3 പേരാണ് മരിച്ചത്. ഇവരുടെ മരണകാരണമോ അതിലെ കാര്യങ്ങളോ ഒന്നും തന്നെ വ്യക്തമല്ല. ഇവരുടെ മാതാവ്, കുട്ടികളുടെ മാതാവും ഇവരുടെ ഭാര്യയും ഡോക്ടറാണ്. ആശുപത്രിയിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയതായിരുന്നു. എന്തിനാണ് ഇങ്ങനെയൊരു കൊലപാതകം ഇദ്ദേഹം നടത്തിയത്, എന്തിനാണ് മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. നാട്ടുകാരടക്കം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ദുഃഖത്തിലാണ്. നമ്മൾ പോലീസുമായി സംസാരിച്ചപ്പോൾ പോലീസിന് തന്നെ ഈ 2 കുട്ടികൾ, ചെറിയ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ മരിച്ചു എന്നറിഞ്ഞപ്പോൾ പോലീസ്, നമ്മൾ അടുത്ത സുഹൃത്തുക്കളായ പോലീസുകാരടക്കം വലിയ വിഷമങ്ങളാണ് പങ്കുവച്ചത്. ഈ ഡോക്ടർ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയപ്പോഴാണ് ഇവർ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലത്ത് ചെമ്മാമുക്ക് ജവഹർ ജംഗ്ഷനിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി ആയിരുന്നു ഈ നാടിനെ നടുക്കിയ ഒരു സംഭവം അരങ്ങേറിയിരുന്നത്. കൊല്ലത്ത് തന്നെ, ഇവിടെ അടുത്ത് തന്നെയാണ്. അച്ഛനാണ് ഈ 2 കുട്ടികളെ കൊലപ്പെടുത്തി അദ്ദേഹം ആത്മഹത്യ ചെയ്തു. കുടുംബ വഴക്കാണോ മറ്റ് കാരണങ്ങൾ എന്താണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. ഇന്ന് രാവിലെയാണ് മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്.